നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനാണ്, അവരുടെ ഫീലിങ്സാണ്. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും കണക്റ്റ് ആകണമെന്നില്ല. ഫോഴ്സ്ഫുള്ളി ഇത് നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ കണക്റ്റ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ. അതേപോലെ എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടപ്പെടുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് ക്യാഷ് അടച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ്. എൻ്റെ മെമ്പേഴ്സിന് ഞാൻ 10 ദിവസം കഴിയുമ്പോൾ ഒരു 2 കാർഡ് റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അത് പേഴ്സണലി എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിനായിട്ടും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് വഴി ഒരു ക്ലാരിറ്റി കിട്ടുകയും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് റീഡിങ്ങിലോട്ട് പോകാം. പോസിറ്റീവ് മൈൻഡോട് കൂടി പീസ്ഫുള്ളായിട്ടിരുന്ന വിശ്വാസത്തോടു കൂടി വേണം ടാരോ റീഡിങ്ങിനെ സമീപിക്കാൻ. ഓക്കെ. എനിക്കിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 8 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആയിട്ട് എനിക്കിപ്പോൾ കിട്ടുന്നത്. എന്ന് വെച്ചാൽ എല്ലാം മതിയായി എന്നുള്ളൊരു രീതിയിൽ, സ്നേഹം കൊണ്ടൊരു നിരാശ, ഒരു എല്ലാ വഴിയും അടഞ്ഞതുപോലെ ഒരു ചിന്ത, വൈകാരികമായിട്ട് എല്ലാ വഴിയും അടഞ്ഞു, എനിക്കിനി ഒന്നിനും വയ്യ എന്നുള്ളൊരു രീതിയിലൊരു നിരാശയാണ് ഇപ്പോൾ തിരിഞ്ഞു നടക്കുകയാണ്. ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്, പക്ഷേ ഇനി എനിക്കൊന്നിനും വയ്യാത്തൊരു, പക്ഷേ 8 വന്നേക്കുന്നത് കൊണ്ട് ഒരു പരിവർത്തനം ഉണ്ടാവും തീർച്ചയായിട്ടും കേട്ടോ. ഇതിനകത്തൊരു ഗ്രഹണ ചന്ദ്രനുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ വഴിയും അടഞ്ഞിട്ടില്ല. ഒരു ഗ്രഹണ സമയം മാറാറായി എന്നുള്ളൊരു കാർഡ്സും മീനിങ്സും ഈ ഒരു കാർഡ്സിനുണ്ട് എന്നുള്ളതാണ്. സ്നേഹം കൊണ്ട് ഒരുപാട് ദുഃഖം അനുഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനകത്ത് ഒരുപാട് അവർ പരിശ്രമിച്ചു, ഒരുപാട് ദുഃഖിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് അതിജീവിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിരാശ എന്നുള്ളതാണ്. സെക്കൻഡായിട്ട് എനിക്ക് കിട്ടുന്ന നിങ്ങളുടെ ഒരു ഫീലിങ്സാണ് എനിക്ക് ഈ ഒരു കാർഡ്സിൽ എനിക്ക് പറയാനുള്ള. നിങ്ങളുടെ ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. എന്താണ് ഒരു തീരുമാനമെടുക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു തീരുമാനമില്ല, മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറച്ച ഒരു എന്താണ് മനസ്സിനകത്ത് പല ചിന്തകളാണ് മനസ്സിനകത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷനെ ചൊല്ലി ഓവർ തിങ്കിങ്, ഇപ്പം ചിന്തിക്കുന്നതല്ല പിന്നെ ചിന്തിക്കുന്ന ചിന്തകൾ ഇങ്ങനെ കിടന്ന് അലയടിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഫീലിങ്സ്. എന്നുവെച്ചാൽ ഈ ഒരു കാര്യം ആലോചിച്ചിട്ടായിരിക്കാം ആദ്യം കയറിയിട്ട് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് പല ചിന്തകളിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ ഇത് എന്താവും, ഇത് മുന്നോട്ട് വരുമോ അല്ലെങ്കിൽ തിരിച്ചു വരുമോ, ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല, സ്ട്രക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്നു, വിഷമിക്കുന്നു, ഏത് വഴി ചൂസ് ചെയ്യണമെന്നറിയാൻ വയ്യ, എല്ലാ വഴിയും മുട്ടി നോക്കി, പക്ഷേ ഏത് വഴിയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു അറിയാൻ വയ്യാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങളും. അതേപോലെ ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. പുറമേ അവർ ഇതിനൊരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു റീബർത്ത് ഉണ്ടാവും എന്ന് തന്നെ പുറമേ അവർ അതിനുള്ളൊരു സോഴ്സ് അവർ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി ഒരുപാട് ഇതിനകത്ത് പണിപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർ ഇതിനകത്തുനിന്ന് പിന്തിരിഞ്ഞ് പോവത്തില്ല. അവർ ഹാങ്ഡായിട്ട് നിൽക്കുകയാണ്. മൊത്തത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്തംഭിച്ച് നിൽക്കുന്നൊരു പൂട്ട് വീണ് നിൽക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ 4 ചുറ്റും ലോക്കായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിലാണ് കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുമായിട്ട് കണക്റ്റാക്കി വെക്കാതിരിക്കാനായിട്ട് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ആരോ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. അവരിതിനകത്തൊരു റീബർത്ത് ഉണ്ട്. എന്തായാലും അവരതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ്. ഈ ഒരു റിലേഷനകത്ത് ഒരു ജഡ്ജ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. അത് പുതിയൊരു എന്താ പറയുക, ഒരു മരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. പക്ഷേ ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമില്ല, ഒരു ക്ലാരിറ്റി ഇല്ല, സമാധാനവും ഉറക്കവും എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിലില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. വ്യക്തതയില്ല മെയിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിലേഷനകത്ത് എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു വഴിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്.
ഉറക്കവും സമാധാനവും ഇല്ല. മൈനർ ആർക്കാന കാർഡ് ആയതുകൊണ്ട് ഇവരുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് മറ്റാരുടെയും പങ്കുകൊണ്ടല്ല, ഇവരുടെ തന്നെ ഒരു അവസ്ഥ തന്നെയാണ് ഇവർക്ക് ഇത് വരുത്തി വെച്ചത്. അതേപോലെ ഇതിനകത്ത് തീർച്ചയായും ഈ റിലേഷൻഷിപ്പിനൊരു ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട്. ഇവർ അമിത ആവേശമല്ല കാണിക്കുന്നത്. ഇവരിത് മറ്റുള്ളവരുമായിട്ട് ആരെങ്കിലുമായിട്ട് ഈ ഒരു കാര്യം പങ്കുവെച്ച് ഈ റിലേഷനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിനകത്ത് ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട്. അത് ആരെങ്കിലും സഹായത്തോടെങ്കിലും ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനിവർ മറ്റാരുടെയെങ്കിലും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ റിലേഷനെ കുറിച്ച് ആരുടെത്തെങ്കിലും ചർച്ച ചെയ്തെങ്കിലും ഒരു സഹായത്തിന് ചിലപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും വന്നേക്കാം. ഒരു ഇവരെ ഹെൽപ്പ് ചെയ്യല്ലേ, നിങ്ങളും അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്ത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയോ അവരുമായിട്ട് ചർച്ച ചെയ്യുകയോ ചെയ്തെങ്കിലും ഇവരിതിനകത്തൊരു അങ്ങനെ ആയിരിക്കാം ഇതിനകത്ത് അവരൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നേക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് അവർ മറ്റാരുടെയെങ്കിലും സഹായം തേടാനായിട്ടുള്ള ഒരു സാധ്യത എനിക്കിവിടെ കാണുന്നുണ്ട്. അതാണ് എനിക്കിവിടെ ഫ്യൂച്ചറിനകത്ത് ഈ ഒരു കാർഡ് വന്നേക്കുന്നത്. തടസ്സമായിട്ട് ഒരുപാട് ഡിപ്രഷനിലാണ് എനിക്ക് കാണുന്നത്. മാനസികമായിട്ട് എൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തി. ഇപ്പം അവരുടെ മെൻ്റലി ഇനിയിപ്പം എന്നെ ഒഴിവാക്കുമോ, അല്ലെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനകത്തതാണ് എൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടും ഇനി നഷ്ടപ്പെട്ടു പോകുമോ. പക്ഷേ അവർ മുന്നോട്ട് മാത്രമാണ് ചിന്തിച്ച് നിൽക്കുന്നത്, റിഗ്രറ്റായിട്ട് നിൽക്കുന്നത്. പക്ഷേ അവർ പിന്നോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെ മുമ്പിൽ വഴിയുണ്ട്. പക്ഷേ അവർ ആ വഴിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ ഒരു ഡിപ്രഷനാണ്, ഒരു നെഗറ്റീവ് മൈൻഡിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നിലോട്ടുള്ള വഴിയിലൂടെയുള്ള ശ്രദ്ധ അവർക്ക് പോകുന്നില്ല. മുന്നോട്ട് തന്നെ നിന്നിട്ട് ദുഃഖിച്ച് നിൽക്കുകയാണ്. വഴികളെല്ലാം അടഞ്ഞു എന്നുള്ളൊരു രീതിയിൽ എൻ്റെ സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു രീതിയിൽ അവർ മുന്നോട്ട് തന്നെ നോക്കി റിഗ്രറ്റായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. സ്തംഭനാവസ്ഥ എന്നൊക്കെ പറയാം. ഹാങ്ഡ് മാൻ, മറഞ്ഞിരിക്കുന്ന സ്വാധീനം എന്ന് പറയുമ്പോൾ എനിക്കിതിനകത്ത് സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പം മുന്നോട്ടൊരു വഴിയുമില്ല. പക്ഷേ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് പല ആംഗിളിൽ ചിന്തിക്കുന്നുമുണ്ട്. ഇതെങ്ങനെ ഇത് ഒരു പരിസമാപ്തി ഉണ്ടാക്കിയെടുക്കാം, ഈ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിന് എങ്ങനെ ഒരു വഴി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹാങ്ഡായിട്ട് സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്, സ്ട്രക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവർ ചിന്തിക്കുകയാണ്, വെറുതെ ഇരിക്കുകയല്ല. അവർ ഈ ഒരു കാര്യം തന്നെ ഓവർ തിങ്കിങ്, പല ആംഗിളിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്കിപ്പോൾ കാണുന്ന ഹാങ്ഡ് മാൻ പറയുന്നത്. ഓക്കെ, അതേപോലെ ഗൈഡൻസ് ആയിട്ട് മജീഷ്യൻ പറയുന്നത് ഇതിനകത്ത് ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്ത മിസ്റ്റേക്കാണ് എനിക്കിതിനകത്ത് കാണിക്കുന്നത്. കാരണം ഇവർ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു, ഇങ്ങനെയുള്ളൊരു പ്രശ്നം ക്രിയേറ്റ് ആവത്തില്ലായിരുന്നു. കാരണം അവരിച്ചിരി ഗട്ട്സ് കാണിച്ച് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. മൈൻഡൊക്കെ നെഗറ്റീവായിട്ട് ഒരു എന്താ പറയുക, ഒരു വൈകാരികമായിട്ട് ഇതിനകത്തൊരു പക്വത കാണിച്ചില്ല. ഇതിനകത്ത് ഈ ഒരു റിലേഷനകത്തൊരു പക്വത കാണിച്ചില്ല എന്നുള്ളതാണ്. എനിക്കിത് സ്നേഹിക്കുന്നവർ, പരസ്പരം സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ ഒരു ലവേഴ്സിൻ്റെ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം, അങ്ങനെയും വരാം. എന്നുവെച്ചാൽ പെട്ടുകിടക്കുന്നൊരവസ്ഥയിൽ കോണ്ടാക്റ്റ് ചെയ്യാനോ മറ്റുള്ളവരെ നിങ്ങളുമായിട്ട് ഒന്ന് വിളിക്കാനോ പറയാനോ രീതിയിൽ പറ്റാത്തൊരു രീതിയിൽ അങ്ങനെ ചിലവരുടെ എനർജി ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ട് എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ലവേഴ്സ്, സ്നേഹിക്കുന്നവർ പരസ്പരം മാറി നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഇവരുടെ കയ്യിൽ പക്വതയില്ലായ്മ കൊണ്ടുവന്ന മിസ്റ്റേക്കാണ് ഇതിനകത്ത് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന വേദന മൊത്തവും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഇച്ചിരി ഗട്ട്സ് കാണിച്ചിരുന്നെങ്കിൽ, തൻ്റെ ഇടമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്ന് ഉള്ള ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടുന്നത്. അതാണ് ഈ മജീഷ്യൻ കാർഡും പറയുന്നതാണ്. ഇവരുടെ മുമ്പിൽ എല്ലാ വഴികളും ഉണ്ടായിരുന്നു, പക്ഷേ അവരത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളതാണ്. അവർക്ക് വിജയിക്കാനായിട്ടുള്ള എല്ലാ വഴികളും അവരുടെ മാനിഫെസ്റ്റേഷൻ നമ്പർ 1 ആണ് മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പെർഫോമർ ആണ്. ഇവർക്ക് പെർഫോം ചെയ്യാൻ, ഈ ഒരു റിലേഷനകത്ത് പെർഫോം ചെയ്യാൻ എല്ലാ സിറ്റുവേഷനും അനുകൂലമായിട്ടുള്ള അവസ്ഥയും അവരുടെ മുമ്പിലുണ്ടായിരുന്നു. അവരത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു
ഒരു റീഡിങ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റിൽ ഇപ്പോൾ അവർ ഒരുപാട് വില കൊടുക്കേണ്ട ഒരു രീതിയിൽ വന്നേക്കുകയാണ്. ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഇവർ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആരാണെന്ന് പലരും ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പെണ്ണ് ഒരു റിലേഷൻ വരുവാണെങ്കിൽ ഒരു ആണാവണമെന്നില്ല, ആണ് റിലേഷൻ ആവണമെങ്കിൽ പെണ്ണാവണമെന്നില്ല. ഈ റിലേഷന് തടസ്സം നിൽക്കുന്നത് ആരാണോ അവർ തേർഡ് പാർട്ടി ആയിട്ട് വരാം. ചിലപ്പം റിലേഷൻഷിപ്പിൽ പിന്നെ നമ്മുടെ വ്യക്തിക്ക് മറ്റൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി ആയിട്ട് വരാം. അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു റിലേഷൻ എതിർപ്പായിട്ട് ലോക്കാക്കി വെച്ചേക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ സ്നേഹിക്കുന്ന അവർ തമ്മിലുള്ള ഒരു ലവേഴ്സ് എനർജിയാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ മെൻ്റൽ അഫെയർ, അങ്ങനെ എന്തോ ഒരു എനർജിയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഇവരിപ്പം സ്വയം ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് എല്ലാം അനുകൂലമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇവരത് യൂട്ടിലൈസ് ചെയ്യാഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇവരിത് നിൽക്കുന്നത്. ഇവർ കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇവർക്ക് ഒന്നുകിൽ അവരുടെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് അവർക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടം എന്താണോ അതിനകത്തോട്ട് പോകാം. പക്ഷേ ഇത് രണ്ടും അവർക്ക് പ്രിയപ്പെട്ടതാണ്. അതും വേണം ഇതും വേണം, പക്ഷേ രണ്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ് ഇവർ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ഇവർ. അതാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മൊത്തത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലിരിക്കുകയാണ്. പക്ഷേ എല്ലാ സാധ്യതയും മുമ്പിലുണ്ടായിരുന്നു, അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ പാനിക്കായി കാണും. ഡിപ്രഷൻ്റെ ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പാനിക്കായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യം ഉണ്ടോ? തേർഡ് പാർട്ടി സിറ്റുവേഷൻ സാഹചര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യത്തില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു ദാക്ഷിണ്യവും ഒരു ഇതും ചെയ്യത്തില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇരിക്കുകയാണ്, വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു രീതിയിൽ നല്ല ഈഗോ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ റിലേഷൻ അങ്ങോട്ട് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു രീതിയിൽ അവർ ഇരിക്കുകയാണ്. അപ്പം തീർച്ചയായും ഇതിനകത്തൊരു ജസ്റ്റിസ് ഉണ്ട്, നീതി കിട്ടും. മേജർ അർക്കാന കാർഡാണ്. നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് തീർച്ചയായും ഇതിനകത്തൊരു നീതി ലഭിക്കും എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനോ പ്രകടിപ്പിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവരിയ്ക്കുന്നത്. അതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട് കാരണം അത്രയ്ക്ക് നിയന്ത്രണം അവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് നിയന്ത്രണത്തിൽ അവരിങ്ങനെ, അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇതെന്ന് പറയുമ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കില്ല, ഇത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇരിക്കുന്നത്, വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഇത് എൻ്റെതാണ് അങ്ങനെ നമ്മൾ വലിച്ചെടുപ്പിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരു മിനിറ്റ്, ഞാൻ ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണ് എന്നൊന്ന് നോക്കട്ടെ. പ്ലീസ് ഈ ഒരു റീഡിങ്ങിനകത്ത് എന്താണ് ഏഞ്ചൽസിൻ്റെ ഒരു ഗൈഡൻസ് എന്താണ്? ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യത്തിനകത്ത്. അങ്ങനെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇതിനകത്ത് വരും എന്ന് തന്നെയാണ്. ഡിപ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവും. യു ആർ റെഡി എന്നാണ്. യു ആർ റെഡി, എന്തായാലും ഇത് റെഡി ആവും. നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളൊക്കെ മാറി വഴി തെളിയും. ഒരു സക്സസ് ഇതിനകത്ത് ഉണ്ടാവും. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നും കാണിക്കുന്നുണ്ട്.
ബോട്ടമായിട്ട് എനിക്ക് ഇതിൻ്റെ ഏഞ്ചൽസിൻ്റെ കിട്ടിയേക്കുന്നതും എ ഇയർ ഫ്രം നൗ, ഈ വർഷം തന്നെ എല്ലാം ശരിയാവും എന്ന് തന്നെയാണ്. ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിനകത്തൊരു പരിഹാരം എന്തായാലും ഉണ്ടാവും. അതാണ് എനിക്കിവിടെ ജസ്റ്റിസ് കാർഡ് കിട്ടുന്നത്. ജസ്റ്റിസ് എനിക്കിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും നീതി ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം സമാധാനമായിട്ടിരിക്കുക. അങ്ങനെ കുറച്ച് പേരുടെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇതിൽ റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.